ശരിക്കും നമ്മൾ എടുത്തേക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ സിനിമ നമ്മൾ എടുത്തേക്കുന്നത്. കാരണം ഞാൻ ഇന്നുവരെ ഒരു സിനിമയിൽ പോലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോലും ചെയ്യാതെ കുറച്ച് ഷോർട്ട് ഫിലിംസ് എടുത്ത് പഠിച്ചിട്ട് തൊട്ട് ഞാൻ ജസ്റ്റ് നേരെ ഡയറക്റ്റ് ഒരു പടം തന്നെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ റിസ്ക് എടുക്കാനുള്ള ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് റിസ്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ റിസ്ക് എടുത്താലുള്ള ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ റിസ്ക് എടുക്കുന്നത് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് റിസ്ക് എടുക്കുന്നത് എന്നതിനെ പറ്റി എനിക്ക് അപ്പം ഈ ഒരു സിനിമ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്. ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം, അത് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ നടന്ന അതുപോലെ ന്യൂസായി. പക്ഷെ അത് ഇന്നും ഇന്നലെ നാളെയൊക്കെ ആയിട്ട് നിങ്ങളുടെയും ബാക്കി നമ്മുടെ എല്ലാ ആളുകളുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ പല കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിനൊരു മാറ്റം അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മൾ ഇല്ലാതാക്കണം എന്നുള്ള ഒരു സൊല്യൂഷൻ, ഒരു ഓപ്ഷനായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സമൂഹത്തിന് വേണ്ട ഒരു കണ്ടന്റ്, ഒരു മെസ്സേജ് എന്നതിൽ ഒരു റിസ്ക് എടുക്കുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ അത് ജനങ്ങൾ അതിനെ എടുക്കുന്ന പോലെ ഇരിക്കും. ചേട്ടൻ പറഞ്ഞ ഒത്തിരി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഓഫ്കോഴ്സ് ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കാണുന്ന വ്യക്തികൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് വേണ്ടതൊരു ഞാൻ പറഞ്ഞത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കണ്ടന്റ്, ഒരു സന്ദേശം ആ രീതിയിൽ കണ്ടുകൊണ്ട് റിസ്ക് എടുക്കുന്നതിലായിട്ട് നമുക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് തോന്നിയിരിക്കുന്നത്. കൂടുതലും പുതിയ ആളുകളാണ്. അപ്പോൾ സുനേട്ടനെ പോലെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും കൂടുതൽ പുതിയ ആളുകളാണ്. അപ്പോൾ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ നോക്കിയിരുന്നു. ഇപ്പൊ നേരത്തെ ഡയനയുടെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ പുറകെ സഞ്ചരിച്ചിട്ട് കിട്ടാതെയാണോ പുതിയ ആളുകളിലേക്ക് എത്തിയത്? അല്ല, നമ്മൾ ഒരിക്കലും ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം പറഞ്ഞാൽ നേരത്തെ ഷോർട്ട് ഫിലിംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 12 ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഷോർട്ട് ഫിലിംസ് എല്ലാം നമ്മൾ പുതിയ ആളുകൾക്കാണ് ചാൻസ് കൊടുത്തത്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. പക്ഷേ അവരെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ അവസരം കിട്ടാതെ പുറമെ നിൽക്കുന്നുണ്ട്. അതെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ സോഷ്യലി ഒത്തിരി കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ളതുകൊണ്ട് ഒത്തിരി യൂത്തിൻ്റെയും ഇങ്ങനെ ആക്ടിംഗ് ഒക്കെ ആയിരിക്കുന്ന പല നമുക്കറിയാം. അപ്പോൾ അവർക്കൂടെ ഒരു അവസരം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്തത്. ആ ഒരു ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ച ഒരു 10-11 ആളുകൾ ഇന്ന് ബിഗ് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അത് എനിക്കൊരു പ്രൗഡായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ വളരുന്നതോടൊപ്പം പുതിയ ആളുകൾ കണ്ടുപിടിച്ച് അവരെ കൂടെ ചേർത്ത് പിടിച്ച് വളരുമ്പോൾ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ചില പറഞ്ഞ ഇതിനകത്ത് എല്ലാവരും സിനിമയിൽ പുതിയതായിരിക്കും, പക്ഷേ അവർ വലിയ വലിയ റോളുകൾ ചെയ്തിട്ടില്ലെങ്കിൽ സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ബാക്കിയുള്ള പുതിയ ആളുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞ റോബി ചേട്ടൻ, അങ്ങനെ ചേട്ടനൊക്കെ 1-2 സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേറെ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇപ്പം വലുതായിട്ടിരിക്കുന്ന ഓരോ ആക്ടേഴ്സും ഇതുപോലെ കടന്നു വന്നവരാണല്ലോ. നമ്മൾ അവർക്കൊരു ചാൻസ് കൊടുക്കുന്നു. ആ ഒരു രീതി മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡയാനയോട് നമ്മൾ ചോദിച്ചിരുന്നു. നമ്മൾ വേറെ 3-4 പേര് ചോദിച്ചിരുന്നു. പല അസൗകര്യങ്ങൾ വന്നു. പിന്നെ നമുക്കൊരു ഇതുണ്ടല്ലോ, ഇന്ന ക്യാസ്റ്റ് വേണമെന്നുള്ളത്. നമ്മൾ ഒത്തിരി പേരെ ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആവശ്യത്തിലുള്ള ആളുകളെ ചോദിച്ചു. ബാക്കിയുള്ളവരെ നമ്മൾ പുതിയതുള്ളവരെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുള്ളൂ.